ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയും ശ്രുതിനെയും രേവതിനെയും സച്ചിനെയും രവീന്ദ്രനെയും ഒക്കെ തന്നെയാണ്. നമ്മുടെ ശ്രുതി പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മലേഷ്യയുടെ കാര്യം നമ്മുടെ ചന്ദ്ര എടുത്തിട്ടു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാ, അത് പിന്നെ ഞാൻ ഇളയച്ചനെ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു, ഇളയച്ചനും ഫോൺ എടുക്കുന്നില്ല ആന്റി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ അച്ഛാ, ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോഴത്തേക്കും ചന്ദ്ര, ശ്രുതി ഫംഗ്ഷന് നിന്റെ അച്ഛൻ വരൂ എന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ഫ്ലൈറ്റ് കയറി എന്ന് പറയുന്ന ആള് ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, ഇളയച്ഛൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയാ നീ പറയുന്നത്. കള്ളം പറഞ്ഞ് നീ എന്നെ പറ്റിക്കുകയാണോ? എനിക്കിപ്പം അങ്ങനെയാ തോന്നുന്നത്. നീ പറയുന്നതെല്ലാം കള്ളത്തരവാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ മതി, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആദ്യം നീ ഭക്ഷണം കഴിക്കുക, നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ. ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ ഇങ്ങനെ ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയാ, ദഹിപ്പിക്കുകയല്ലേ, നോക്കി ദഹിപ്പിക്കുക എന്നൊക്കെ പറയല്ലേ, അതുപോലെ ഇങ്ങനെ നോക്കുകയാണ്. സച്ചി രേവതി ഇതൊന്നും വലിയ വിഷയമാക്കാതെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് പിന്നെ ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നേ ഇല്ല. ഇത്രയും കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ നമ്മുടെ ശ്രുതിയുടെ വയറ് നിറഞ്ഞു. പിന്നെ എങ്ങനെ ശ്രുതി ആസ്വദിച്ച് ആ ഒരു ബിരിയാണി കഴിക്കും? ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ശ്രുതി കിടക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ചന്ദ്ര ചെന്നിട്ട്, എന്താ നീ ഇപ്പൊ കിടക്കുന്നത്? അത് പിന്നെ ഭക്ഷണം കഴിച്ചതല്ലേ, കുറച്ച് സമയം ഉറങ്ങാന്ന് കരുതി. നിനക്ക് ഉറങ്ങാൻ പറ്റും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല, എന്തു പറ്റി? ദഹിച്ചില്ലേ? പ്രശ്നമുണ്ടോ? ഭക്ഷണമല്ല ദഹിക്കാത്തത്, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ദഹിക്കുന്നില്ല. നീ സത്യമാണോ പറയുന്നത് അതോ പച്ചക്കള്ളമാണോ പറയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് കള്ളം പറഞ്ഞിട്ടില്ല ആന്റി. എന്ത് കള്ളം? ആന്റി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ, നീ വളരെ ചെറിയ ചെറിയ കുട്ടിയാണല്ലോ. അല്ല, എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കണ്ടാലേ ഒരു മണ്ടിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാണോ നീ എന്നെ മണ്ടിയാക്കാൻ നോക്കുന്നത്? നിന്റെ അച്ഛൻ എപ്പോ വരും ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി? നീ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഒടുക്കം ഇങ്ങോട്ടേക്ക് വരാൻ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞു. അതിനുശേഷം മിണ്ടാട്ടമില്ല. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? ഇതെല്ലാം ഞാൻ മറന്നുപോയെന്ന് കരുതിയോ? അത് പിന്നെ ഫ്ലൈറ്റ് കയറാൻ പോവാന്ന് അച്ഛൻ പറഞ്ഞത് ആന്റി. പിന്നീട് എന്ത് പറ്റിയെന്നേ എനിക്കറിയില്ല. നിന്റെ അച്ഛൻ നിന്റെ കല്യാണത്തിന് വന്നില്ല, താലി പിരിച്ച് കൊറക്കൽ ചടങ്ങിന് വരുന്നു പറഞ്ഞിട്ട് വന്നില്ല. ഫ്ലൈറ്റിൽ കയറിയ ആൾ ഇവിടെ എത്തിയില്ല. അതിന് കാരണം എന്താ? ഞാൻ അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ ശ്രുതി? ഇത് കേട്ട് നമ്മുടെ ശ്രുതി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ശ്രുതിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതോ നീ കള്ളക്കഥ പറയാണോ? സത്യം പോലെ നീ പറയാൻ നോക്കിക്കോ. കള്ളം പറഞ്ഞ് നീ എല്ലാരെയും പറ്റിക്കുകയാണോന്നാ ഞാൻ ചോദിച്ചത്. നീ പറ്റിക്കുമല്ലേ, എല്ലാവരെയും വിഡ്ഢികളാക്കുമല്ലേ? അല്ല, ആന്റി പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞെന്നാണോ? നീ പറയുന്നത് നടക്കുന്നതും ഒക്കെ കാണുമ്പോഴേ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, വെറും കള്ളമായിട്ട്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായാലോ, ഇതുവരെ അദ്ദേഹം ഞങ്ങളെ ഒന്നും വിളിച്ചിട്ട് കൂടിയില്ല. അത് പിന്നെ ആന്റി, അച്ഛൻ ബിസി ആയതുകൊണ്ടല്ലേ. ചുമ്മാ ബിസി കിസി എന്നൊന്നും പറയണ്ട. അത്രയ്ക്ക് ബിസി ആകാൻ മാത്രം അദ്ദേഹം എന്ത് ജോലി അവിടെ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ജോലി എന്താ? നിന്റെ അച്ഛനാണോ മലേഷ്യ ഭരിക്കുന്നത്? ഒരു 5 മിനിറ്റ് ഫോണിൽ സംസാരിക്കാന് അദ്ദേഹത്തിന് ടൈമില്ലേ, അതും സ്വന്തം മോളോട്. ശരി, അതൊക്കെ പോട്ടെ. നിന്റെ അച്ഛൻ ഞങ്ങളെ വിളിക്കണ്ട, നിന്നെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? ഇതുവരെ നിന്നെ വിളിച്ച് കണ്ടിട്ടുമില്ല. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രമായി, അവൾ എങ്ങനെ ഇരിക്കുന്നു, അവൾക്ക് സുഖമാണോ എന്നൊന്നും ഒരച്ഛൻ അന്വേഷിക്കില്ലേ? വർഷയുടെ അമ്മേനെ നോക്ക്, എത്ര പ്രാവശ്യം ആ വർഷനെ കാണാന് ഇങ്ങോട്ടേക്ക് വരുന്നത്, അതും ഇവിടെ അടുത്തായിട്ട് പോലും. ഇവിടെ പ്രശ്നമായപ്പോ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് കണ്ടോ? രേവതിയുടെ അമ്മ രേവതീനെ കാണാന് ഇവിടെ വരാറില്ലേ? അവര് ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ മക്കളോടുള്ള ചിന്ത കൊണ്ടല്ലേ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്. നിന്റെ അച്ഛന് നിന്നെ കുറിച്ച് ഒരു ചിന്തയില്ലേ ശ്രുതി? അതുകൊണ്ടാണോ നിന്നെ കാണാൻ വരാത്തത്? നീ നിന്റെ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നാണ് എന്നോട് പറയുന്നത്. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത്. നീ ഞങ്ങളോട് കള്ളം പറയല്ലേ, കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കല്ലേ? അത് പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സച്ചി രേവതി നിന്റെ അച്ഛൻ വരാത്തതിനെ കുറിച്ച്
പറഞ്ഞ് പരിഹസിക്കുക തന്നെ. ഞാൻ കൊണ്ടത് മരുമകളാ നീ എന്ന് എല്ലാവരോടും ഞാൻ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. എന്നിട്ട് എന്നിട്ട് നീ കാരണം ഇപ്പൊ ദേ ഞാൻ അപമാനിക്കപ്പെടുകയാണ് എല്ലാവരുടെയും മുമ്പില്. സത്യം പറ, സത്യം പറ, സത്യം പറ, നിന്റെ അച്ഛൻ വരുവോ ഇല്ലയോ? എനിക്കിപ്പൊ അറിയണം. അത് പിന്നെ സത്യമായിട്ടും എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ആന്റി. പ്ലീസ് ആന്റി, എന്നോട് ക്ഷമിക്ക്. അച്ഛൻ വരാത്തതിൽ എനിക്ക് വിഷമമില്ലെന്നാണോ ആന്റി പറയുന്നത്? എനിക്ക് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. അതെനിക്കല്ലേ ആന്റി അറിയത്തുള്ളൂ. എൻ്റെ അമ്മ മരിച്ച കുറച്ച് നാൾ കഴിയും മുമ്പേ തന്നെ അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ കാരണത്താല് ഞാൻ അദ്ദേഹവുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി വന്നതാ. ഇപ്പോഴാ പിന്നെ അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ സംസാരിക്കുകയും അതുപോലെ ദേഷ്യമൊക്കെ മാറ്റുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കും അച്ഛനെ കാണണമെന്നും സംസാരിക്കണം എന്നൊക്കെ ഇല്ലേ? അച്ഛൻ എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ല ആന്റി. അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കല്ലേ. ഒരു പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രശ്നം അറിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോയതായിരിക്കുമോ? ചിലപ്പം അതിനുള്ള സാധ്യതയും ഉണ്ട്. ഓഡിറ്റോറിയത്തിൽ പ്രശ്നം നടന്നത് അദ്ദേഹം എങ്ങനെ അറിയാനാ? അദ്ദേഹം എങ്ങനെ അറിയും? ഇല്ല, ഇനിയിപ്പം അറിഞ്ഞാൽ തന്നെ അദ്ദേഹം എന്തിനാ വരാതിരുന്നത്? ദൈവമായിട്ടല്ലല്ലോ പ്രശ്നം ഉണ്ടായത്. മാത്രമല്ല ഇത്രയും കാലത്തിന് ശേഷം അദ്ദേഹം നാട്ടിൽ വന്നിട്ട് നിന്നെ കാണാതെ ഒരിക്കലും തിരിച്ചു പോവില്ല. ഒരച്ഛനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ഈ നാട്ടിൽ വന്നിട്ടില്ല ശ്രുതി. വന്നിരുന്നെങ്കിൽ ഈ വീട്ടിൽ വന്നേനെ, നിന്നെ കണ്ടേനെ. ഈ വീട്ടിൽ വന്നില്ലെങ്കിൽ നിന്നെ എവിടെയെങ്കിലും വിളിച്ചു വരുത്തി കണ്ടേനെ. അത് പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആന്റി. കുറെ കാലം ആയല്ലോ നീ പല ഒഴിവ് കഴിവുകളൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. കരഞ്ഞ് കണ്ണീരൊഴുക്കി പറഞ്ഞാലേ നീ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഞാൻ കരുതിയോ? അങ്ങനെ കരുതിയെങ്കിൽ വെറുതെയാ. ശ്രുതിയെ നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് അത് നടക്കില്ല ശ്രുതി, നടക്കില്ല. ഇത്രയും നാളും നീ പറയുന്നത് കേട്ട് ഒരു ബൊമ്മയെ പോലെ ഞാൻ തലയാട്ടി നിന്നു. ഇനി അതുണ്ടാവില്ല. ഇനി അങ്ങനെ ബൊമ്മയെ പോലെ തലയാട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് എനിക്ക് അറിയണ്ട. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിരിക്കണം. എനിക്ക് നിന്റെ അച്ഛനെ കാണണം. വന്നില്ല എന്ന് വെക്ക്. ഈ വീട്ടിൽ നീ നിൽക്കണ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ചന്ദ്രയായിരിക്കും. അറിയാലോ, എൻ്റെ മകൻ ഞാൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ. ശ്രുതിയോല് പോലും ആലോചിക്കാതെ ഞാൻ ആ തീരുമാനം എടുത്തിരിക്കും. ആ തീരുമാനത്തെ എൻ്റെ ശ്രുതിമോനും ശരിവെക്കും. അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര റൂമിനകത്ത് നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആകെപ്പാടെ പിടി വിട്ടുപോയി. നമ്മുടെ ശ്രുതിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാണ് നമ്മുടെ ചന്ദ്രയുടെ യഥാർത്ഥ മുഖം കണ്ട് സത്യമായിട്ടും കിളിപോയി നമ്മുടെ ശ്രുതിയുടെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അവള് കള്ളം പറഞ്ഞു ഒഴിഞ്ഞു മാറുക. അവക്ക് അച്ഛനുണ്ടെങ്കിലേ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കണം. ശ്രുതിയെ അങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് എന്തോ നമ്മുടെ ചന്ദ്രയുടെ മേത്ത് ഏതോ പ്രേതം കയറിയ പോലെയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ രേവതിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും റൂമിനകത്താണുള്ളത്. അങ്ങനെ നമ്മുടെ രേവതി വെള്ളം കൊണ്ടുവന്ന് ജീരകവെള്ളം, ഈ വെള്ളം കുടിച്ചോ, ഈ വെള്ളം കുടിച്ചാലേ നന്നായിട്ട് ദഹിക്കത്തുള്ളൂ. ജീരകവെള്ളം കുടിച്ചാൽ ദഹിക്കുന്ന പറയുന്നത്. ആണോ? ആ, അല്ല ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു രേവതി, നിനക്ക് ഇഷ്ടായോ? സൂപ്പർ, അടിപൊളി ബിരിയാണി. അല്ല സച്ചേട്ടൻ്റെ ബക്കറ്റ് നിറച്ചും ബിരിയാണി കൊണ്ടുവന്നപ്പോ ഞാൻ കരുതി കുറെ ബാക്കി വരുന്നു, പക്ഷെ ഇത്തിരി പോലും ബാക്കി വന്നില്ല. എങ്ങനെ ബാക്കി വരും? അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ. അതിന്റെ രുചി എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ മേടിച്ചോണ്ട് വന്നത്. മേടിച്ചോണ്ട് വന്നതോ? എന്താ എന്താ സച്ചേട്ടൻ പറഞ്ഞത്? അത് പിന്നെ മേടിച്ചോണ്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ അത് മേടിച്ചോണ്ട് വന്നതാണെന്ന്. അല്ല ബിരിയാണി സച്ചേട്ടന്റെ ഫ്രണ്ട് റഹീം തന്നതാണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? അത് ഇപ്പൊ പറയുന്നു മേടിച്ചോണ്ട് വന്നതാണെന്ന്. ഓ, അത് റഹീം തരുമ്പോ ഞാൻ വാങ്ങണമല്ലോ, അങ്ങനെ മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ ഈ ബിരിയാണി. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അതെ അതെ, പോകാൻ വരട്ടെ. അവിടെ നിന്നെ ഞാൻ മണ്ടിയാണെന്ന് കരുതിയോ? സച്ചേട്ടൻ ഈ ബിരിയാണി ഏതോ റെസ്റ്റോറന്റിൽ നിന്നല്ലേ മേടിച്ചത്? ഷോ അല്ലെന്നേ, എന്റെ ഫ്രണ്ട് റഹീം തന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ? സച്ചേട്ടൻ റഹീം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ലല്ലോ. എന്റെ എല്ലാ ഫ്രണ്ട്സിനും നിനക്ക് അറിയണമെന്നുണ്ടോ? എന്തായാലും ടാക്സി സ്റ്റാൻഡിൽ അങ്ങനെ ഒരു ഫ്രണ്ട് സച്ചേട്ടനില്ല. അയ്യോ, ഇവൻ ഡ്രൈവർ അല്ല, ടെക്സ്റ്റൈൽസ് ഓണറാ. ചെറിയ പ്രായത്തിലെ കൂടെ പഠിച്ച ഫ്രണ്ടാ റഹീം. അതെ രേവതി. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക. അപ്പൊ സച്ചി ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതെ, എന്റെ വീട്ടിനകത്ത് ഒരു ഫാത്തിമ ഇത്തയുണ്ട്.
റംസാന് അവര് ഞങ്ങൾക്ക് കുറെ ബിരിയാണിയൊക്കെ കൊണ്ട് തരാറുണ്ട്. ഓണത്തിന് ഞങ്ങള് സദ്യയൊക്കെ അവർക്ക് കൊടുക്കാറും ഉണ്ട്, പായസമൊക്കെ കൊടുക്കാറുണ്ട്. ഉം പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ട് റഹീം അത്ഭുത സിദ്ധിയുള്ള ഒരു ബിരിയാണി തന്നു എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല കേട്ടോ ഈ രേവതി. എന്നെ വണ്ടിയാക്കാൻ നോക്കുകയാണോ? അതെ, ഈ ബിരിയാണി കഴിച്ചാല് മനസ്സിലുള്ള ആഗ്രഹം സാധിക്കും അത്രേ. അങ്ങനെ ഒരു ബിരിയാണി ഈ ലോകത്ത് എവിടെയും ഇല്ല. അല്ല, നീ ബിരിയാണി കഴിച്ചില്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? വേണമെങ്കിൽ ഇനിയും മേടിച്ചോണ്ട് വരാം. ദേ നിക്ക്. ആ, ദേ കണ്ടോ, ദേ കണ്ടോ, വാങ്ങിക്കൊണ്ട് തരാന്ന് വീണ്ടും പറഞ്ഞു. ഇത് റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ മേടിച്ചതാ, അത് ഉറപ്പായ കാര്യമാ. സച്ചേട്ടാ, സത്യം പറ, ഇതെവിടെ നിന്ന് കിട്ടി? നീ വിടുന്നില്ലല്ലേ? നീയേ ബുദ്ധിശാലി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ എടുത്ത് ഇങ്ങനെ കറക്കുകയാണ് സച്ചി. അപ്പോഴത്തേക്കും വിട്ടേ സച്ചേട്ടാ, സത്യം പറഞ്ഞേ. ഓ, ഒരു ചിരിയും ഒരു കളിയാക്കലും. ഇത് റെസ്റ്റോറന്റിൽ നിന്ന് മേടിച്ചതല്ലേ? അതെ, ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് വാതിലടച്ചിട്ട്, അതെ രേവതി, ഇങ്ങോട്ടേക്ക് വാ. നിന്നോട് മാത്രം ഞാൻ വേണമെങ്കിൽ ഈ സത്യം, ഈ പച്ച പരമാർത്ഥം തുറന്ന് പറയാം. ഇത് റഹീം തന്നതാണെന്നേ. ഞാനേ വെറുതെ പറഞ്ഞതാ. സിറ്റിയിൽ നല്ലൊരു ബിരിയാണി കടയുണ്ട്, അവിടെ നിന്ന് ഞാനിത് മേടിച്ചത്. ഓഹോ, അപ്പൊ എന്തിനാ കള്ളം പറഞ്ഞത്? അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞോണ്ടല്ലേ അമ്മ ബിരിയാണി കഴിച്ചത്. അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അച്ഛന് ഭക്ഷണം കഴിക്കില്ല, സുഖമില്ലാത്ത ആളല്ലേ. ഭക്ഷണം കഴിച്ചില്ലേല് കുഴപ്പമാകും. ആ, കള്ളം പറഞ്ഞതുകൊണ്ട് അമ്മ ബിരിയാണി കഴിച്ചു, അതുകൊണ്ട് അച്ഛനും കഴിച്ചു. അച്ഛനോട് സച്ചേട്ടനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ കഴിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല സച്ചേട്ടൻ ഇത് മേടിച്ചുകൊണ്ട് വന്നത്. ശ്രീകാന്ത് പോയതിൽ പിന്നെ അമ്മ നേരെ വേണ്ട ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് സച്ചേട്ടൻ അറിയാം. അതും കൊണ്ടും കൂടിയല്ലേ, അമ്മയോടുള്ള സ്നേഹം കൊണ്ടും കൂടിയല്ലേ സച്ചേട്ടൻ ഇത് മേടിച്ചോണ്ട് വന്നതും കള്ളം പറഞ്ഞ് കഴിപ്പിച്ചതും. ശരിയല്ലേ ഈ രേവതി പറയുന്നത്? ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചോന്ന് ഇതുവരെ സച്ചേട്ടനോട് അമ്മ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അമ്മ അങ്ങനെ ചോദിച്ചിട്ടില്ല, അമ്മയ്ക്ക് ആ ഒരു ചിന്തയില്ല. പക്ഷെ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പം സച്ചേട്ടന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് പിന്നെ എന്നെ ആദ്യമായിട്ട് ഊട്ടിയത് അമ്മയല്ലേ രേവതി? എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മയുടെ കയ്യിലെ ഭക്ഷണം വാരിത്തിന്നല്ലേ ഞാൻ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചത്. അപ്പൊ പിന്നെ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്ന് എനിക്ക് സങ്കടാവില്ലേ? അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മറ്റാരും കഴിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടും കൂടിയാ ബിരിയാണി മേടിച്ചോണ്ട് വന്നത്. ഇപ്പം അച്ഛനും കഴിച്ചു, അമ്മയും കഴിച്ചു, എല്ലാവരും കഴിച്ചു, സന്തോഷമായി. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്കും എന്തോ ഒരു സന്തോഷമാകട്ടെ. സച്ചി പറഞ്ഞു, ആ, എനിക്ക് ഒരു 1500 രൂപ ചെലവായി, പക്ഷെ എല്ലാവരും ഹാപ്പി ആയില്ലേ, അത് മതി. അതാണ് ഈ സച്ചിയുടെ സന്തോഷം. സച്ചേട്ടനെ പോലെ സച്ചേട്ടൻ മാത്രമേ സച്ചേട്ടൻ കാണത്തുള്ളൂ. സച്ചേട്ടൻ മാത്രം എന്താ ഇങ്ങനെയായി പോയത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വെച്ച്, എങ്ങനെ? അല്ല, നിങ്ങളെ വെറുക്കുന്നവരോട് പോലും സച്ചേട്ടൻ സ്നേഹം കാണിക്കും. നല്ല മനസ്സുള്ള സച്ചേട്ടനെ ഭർത്താവായിട്ട് കിട്ടിയ ഞാനേ സത്യം പറഞ്ഞ ഒരു ഭാഗ്യവതി തന്നെയാ സച്ചേട്ടാ. എങ്കിൽ പിന്നെ എന്ത് പറ്റി? എന്നെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ. പുകഴ്ത്തിയതൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ദിവസം കഴിയുന്നോറും സത്യം പറയാലോ സച്ചേട്ടനോടുള്ള എൻ്റെ സ്നേഹം ഇങ്ങനെ കൂടി വരിക. സ്നേഹം കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രകടിപ്പിക്കണം, അത് കാണിക്കണം. അല്ല, ഈ സ്നേഹം എങ്ങനെയാ കാണിക്കേണ്ടത്? അത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാല് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് എന്നൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിന് ഒരു ഒറ്റ തള്ളു സച്ചിയുടെ തല ചെന്ന് കട്ടിലിന്റെ അവിടെ ഒരു ഒറ്റ ഇടിയിടിച്ചു കേട്ടോ. രേവതി ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും ആദ്യം ഇങ്ങനെ പേടിച്ചെങ്കിലും ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ്, ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പോണ്ടേ? അതോ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പോകാൻ നോക്ക്. ഇത് ശ്രീകാന്തിന്റെ പക്ഷയുടെ റൂം, അതേ സമയം എന്തോരം ആയി, പോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നമ്മുടെ സച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുക. പാപം, ഒരുപാട് ആഗ്രഹത്തോടു കൂടി അടുത്തേക്കൊക്കെ ഒന്ന് വന്നതാ, ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട്. നമ്മുടെ രേവതി അതിനും സമ്മതിക്കില്ല. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷേനെയും മീരേനെയാണ്. അങ്ങനെ മീരയോടെ എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര പറയാണ്, അത് പിന്നെ നീ വെളിനാട്ടിലേക്ക് മുങ്ങുന്നതാണ് നല്ലത്. നിനക്ക് വേറൊരു ഓപ്ഷനൊന്നും ഇല്ല എൻ്റെ പൊന്നു ശ്രുതി. നിന്റെ അച്ഛൻ എപ്പോൾ വരും എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആന്റി ഇപ്പൊ നിന്റെ അച്ഛൻ വന്നിരിക്കണം എന്ന് ഷാർപ്പായിട്ട് പറഞ്ഞില്ലേ. ഇനി ഇപ്പൊ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ലോക്കായി ശ്രുതി. എൻ്റെ പൊന്നു മീര, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. നിനക്കൊരു തെറ്റുപറ്റി.
അതെന്താണെന്നറിയോ? ആദ്യം തന്നെ നിനക്ക് അമ്മയില്ലാന്ന് പറഞ്ഞതുപോലെ നിനക്ക് അച്ഛനും ഇല്ലാന്ന് പറയണമായിരുന്നു. അതാ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നിന്റെ കാര്യം നോക്കുന്നത് ഇളയച്ചനാണ്, ഇളയച്ചൻ മാത്രമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ബീരാനെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പം നിന്റെ അച്ഛനെ ഇനി കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാനാ? പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. ഇനി ഒരു വഴിയേ ഉള്ളൂ ശ്രുതി. ഇനി നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞ് ബീരാനിക്കാനെ ഇറക്കിയ പോലെ ഇനി അച്ഛനാണെന്നും പറഞ്ഞ് വേറെ ആരെങ്കിലും ഇറക്കണം. മണ്ടത്തരം പറയാതെ മീരെ. എന്റെ അച്ഛനെ കാണാനാണോ എന്റെ അമ്മായിമ്മ വരാൻ പറയുന്നത്? ഒരിക്കലും അല്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കാശും സ്വർണവും മേടിക്കണം. സ്വത്തിന്റെ കുറച്ച് ഭാഗം എന്റെ പേരിൽ എഴുതിക്കണം. പിന്നെ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനായി വലിയൊരു തുക വാങ്ങിക്കണം എന്ന് തുടങ്ങി എവറസ്റ്റിനേക്കാൾ വലിയ മനക്കോട്ട കെട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മായിയമ്മ. അല്ലാതെ എൻ്റെ അച്ഛനെ കാണാനൊന്നുമല്ല. പിന്നെ എൻ്റെ അച്ഛനെ ഇറക്കിക്കഴിഞ്ഞാലേ അദ്ദേഹത്തോട് ഇതൊക്കെ ചോദിക്കും ഇല്ലേ? ഞാൻ പെട്ടുപോവില്ലേ? അതുകൊണ്ട് അത് വേണ്ട, അത് ശരിയാവില്ല. അതിനു പകരം വേറെ എന്തെങ്കിലും വേണം. ആജി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യമായിട്ട് എൻ്റെ കൈയും കാലും വിറച്ചുപോയി. ഒരു യക്ഷി വന്നു മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയത്, ഒരു വടയക്ഷി. ഈ വിഷയം സോൾവ് ചെയ്തില്ല എങ്കിൽ ഞാൻ ഇത്രയും നാളും പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാകും. ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാകും. അതുകൊണ്ട് ഇതൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, നീ എണ്ണിയാ തീരാത്ത അത്രയും കള്ളമല്ലേ ശ്രുതി പറയുന്നത്? ഇനിയെങ്കിലും സത്യം എന്താണെന്ന് നീ വീട്ടിൽ തുറന്നു പറ. അതായിരിക്കും നിനക്ക് നല്ലത്. സത്യം പറഞ്ഞാൽ അവരിത് ഉൾക്കൊള്ളുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മായിമ്മ വീട്ടിൽ നിന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കും. ഞാൻ നേടിയതൊക്കെ എനിക്ക് നഷ്ടമാകും. എൻ്റെ ഭർത്താവിനെ, വീട്ടുകാരെ സന്തോഷത്തോടു കൂടി ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയത് നിനക്കറിയാലോ. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അല്ല, നീ ഇഷ്ടപ്പെട്ടതുപോലെയാണോ നീ ഇപ്പൊ ജീവിക്കുന്നത് ശ്രുതി? പേടിയോടെയല്ലേ നീ ആ കുടുംബത്തിൽ ജീവിക്കുന്നത്? കള്ളം പറഞ്ഞ് എത്ര കാലം ആ കുടുംബത്തിൽ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? എത്ര നാൾ കൊണ്ടുപോകും? അത് പിന്നെ കുറെ കാലമൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. സത്യം അറിഞ്ഞാലും പ്രശ്നമില്ലാത്തൊരു വിധം എൻ്റെ കൺട്രോൾ ആകണം ശ്രുതി. ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞ ശ്രുതി എൻ്റെ കൂടെ നിൽക്കില്ല. ശ്രുതി എന്നെ ഒഴിവാക്കും, അത് ഉറപ്പായ കാര്യമാണ്. എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല മീര്. ഇനി എന്താ ചെയ്യുക? നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അത് അത് പിന്നെ ഇനി എന്താ ചെയ്യുക? അതാ ഞാനും ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ആന്റി അച്ഛൻ്റെ കാര്യം മറന്നതാ, അതെനിക്കറിയാം. സച്ചി കൊണ്ടുവന്ന ബിരിയാണി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിലാണ് ആന്റി വീണ്ടും ആ കാര്യം എടുത്തിട്ടത്. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഒരാൾ അച്ഛനാണെന്നും പറഞ്ഞ് കൊണ്ടുകയില്ല എനിക്ക്. പക്ഷേ ആന്റി പണവും സ്വർണവും ഒക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും മീര? ആകെപ്പാടെ പ്രശ്നം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നമ്മുടെ കയ്യിലുള്ള ആളെ വെച്ച് തന്നെ നമുക്ക് പുതിയൊരു കഥ മെനഞ്ഞാലോ? അല്ല, നീ ആരെയാ ശ്രുതി ഉദ്ദേശിച്ചത്? ബീരാനിക്കാനെ രംഗത്തിറക്കണം. നിന്റെ അച്ഛൻ പോകേണ്ടടുത്ത് ഇളയച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? അദ്ദേഹം മതി, തൽക്കാലം ബീരാനിക്ക മതി. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. നീ അദ്ദേഹത്തെ ഒന്ന് പെട്ടെന്ന് വിളിക്കുക എന്ന് പറയാ. അങ്ങനെ നമ്മുടെ ബീരാനിക്കാനെ മീര വിളിക്കാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ബീരാനിക്ക നേരെ ചന്ദ്രോദയത്തേക്ക് വന്നിറങ്ങാണ്. അങ്ങനെ ബീരാനിക്ക വന്നു. ബീരാനിക്കയ്ക്ക് ഭയങ്കര സന്തോഷം. ബീരാനിക്ക ഈ തവണ ഞാൻ ഉഴപ്പില്ല, അഭിനയിച്ച് തകർത്ത് കെട്ടി തൂക്കി കൊടുക്കും ഞാന്. ഈ ബീരാനോടാണ് കളി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഒരു കണ്ണാടിയൊക്കെ കാറിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ പതുക്കെ നോക്കിയിട്ട് ഗ്ലാമറുണ്ട്, ജോഷി സാർ ഇത്തവണ എന്നെ സെലക്ട് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക പതുക്കെ ചന്ദ്രോദയത്തേക്ക് കയറി വരികയാണ് കേട്ടോ. വലിയ മലേഷ്യക്കാരനെ പോലെയൊക്കെ തന്നെ ഇച്ചിരി ലുക്കൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക ഷൂസ് ഊരിയിടണോ? വേണ്ട, ഷൂസ് ഊരണോ? എന്നാ പിന്നെ ഊരിയേക്കാം, ഇട്ടുകൊണ്ട് കയറണ്ട. മാനേഴ്സ് ഇല്ലെന്ന് ഓർക്കും എന്ന് പറഞ്ഞ് ഷൂസൊക്കെ ഊരി തെറിപ്പിച്ചു. എന്നിട്ട് ബീരാനിക്ക് ഇങ്ങനെ തള്ളുകയാണ് കേട്ടോ. വാതിൽ തള്ളിയിട്ട് തുറക്കുന്നില്ല. വീണ്ടും തള്ളിയിട്ട് തുറക്കുന്നില്ല. ഇതെന്ത് പറ്റി വാതിൽ അടഞ്ഞു കിടക്കുന്നത്? ഇവിടെ ആരും ഇല്ലേ? കോളിംഗ് ബെല്ലുണ്ടോ? ഇത് കോളിംഗ് ബെല്ലാണോ? ഇത് അടിച്ചു നോക്കണോ? ഇവിടെ ആരും ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഇനി എവിടെ പോയതായിരിക്കും? എന്തെങ്കിലും ആട്ടെ, കോളിംഗ് ബെല്ല് തന്നെ അടിക്കാം എന്ന് പറഞ്ഞ് കോളിംഗ് ബെല്ല് അടിക്കാൻ തുടങ്ങുക. ഇവിടെ ആക്ഷൻ പറയാനും ആരെയും കാണുന്നില്ല, കട്ട് പറയാനും ആരെയും കാണുന്നില്ല. ഏതായാലും ഞാൻ തന്നെ ആക്ഷൻ പറയാം. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക മാറി ഇളയച്ചനായിട്ടോ. എന്നിട്ട് നേരെ കോളിംഗ് ബെല്ലിന്റെ അവിടെ പോവാണ്. 2 കൈ എടുത്തു. വേണ്ട,
ഈ തമ്പ് വെച്ച് വെക്കാം എന്ന് പറഞ്ഞ് തമ്പ് വെച്ച് ഇങ്ങനെ ഞെക്കുകയാണ് കോളിംഗ് ബെല്ല്. അങ്ങനെ കോളിംഗ് ബെല്ല് തെരുതര അടിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര അകത്തുണ്ടേ, ഇതാരാ മാനേഴ്സ് ഇല്ലാതെ കിടന്ന് കൂണു അടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് വാതിലങ്ങ് തുറന്നത് നമ്മുടെ ചന്ദ്ര ഞെട്ടിപ്പോയില്ലേ. ദാ നിൽക്കുന്നു ഇളയച്ചൻ. പിന്നെ ചന്ദ്രയുടെ കൺട്രോളൊക്കെ അങ്ങ് പോയി. ചന്ദ്ര, ഇതാരാ, നിങ്ങളാണോ വന്നേക്കുന്നത്? അതെ, ഞാൻ തന്നെ, അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ അകത്തേക്ക് കയറി വാ. അപ്പൊ നമ്മുടെ ബീരാനിക്കയുടെ മുഖത്ത് ആകപ്പാട് ഒരു ചെറിയ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വന്ന് നമ്മുടെ ബീരാനിക്ക വന്നിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ശ്രുതി മോളെ ഇങ്ങ് വാ, ആരാ വന്നിരിക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പതുക്കെ ഇറങ്ങി വരികയാണ്. ആകെപ്പാടെ ഒരു സങ്കടവും ഒരു മ്ലാനതയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബീരാന്റെ മുഖത്ത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബീരാന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ് പരവേശപ്പെട്ട്. അപ്പോഴത്തേക്കും സച്ചി ഇറങ്ങി വന്നു, രേവതി ഇറങ്ങി വന്നു. അപ്പൊ ഈ ബീരാനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്തോ വെപ്രാളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ നോക്കുകയാണ് നമ്മുടെ സച്ചി. എന്നിട്ട് ഇയാളെന്താ ഇവിടെ എന്തിനാ ഇയാൾ വന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. സച്ചിക്ക് ഒന്നാമത് അറിയാലോ ഇത് വീരാനാന്ന് അറിയത്തില്ലെങ്കിലും ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. വീരാനിക്ക അതായത് ഇളയച്ചൻ വലിയൊരു നുണയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ കാത്തിരിക്കുക അടുത്ത കഥയ്ക്കായിട്ട്. നമ്മുടെ ആദർശിന്റെയും നയനിയുടെയും കഥയാണ് അടുത്തത്. അപ്പൊ അടുത്ത കഥയുമായിട്ട് കാണാം. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.